അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനം നിറഞ്ഞൊരു ദിവസമായിരിക്കട്ടെ എന്നെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉമ്മയിപ്പാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നും വൈകുന്നേരം ഞങ്ങൾ ഈ സ്കൂളിൽ വന്നിരിക്കും. ഇതുപോലെയുള്ള കൊച്ചു കുട്ടികളൊക്കെ ഇതിൽ ഓടോ നടക്കുകയൊക്കെ ചെയ്യുന്ന കാണാൻ നല്ല രസമാണ്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാഴ്ചകൾ അപ്പോൾ ഇവിടെ ഇത് വീഡിയോ ഒക്കെ എടുക്കണ കണ്ടപ്പോഴേ ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര അത്ഭുതം കേട്ടാ. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല കേട്ടോ, ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല പ്രായമായവർക്കും വീഡിയോ എടുക്കണതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. നമ്മുടെ നാട്ടിലെ പോലെ അത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇവിടെ എത്ര പ്രചാരത്തിലൊന്നും ഇല്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാമൊന്നും ഇങ്ങനെ ഒരുപാട് ആളുകളൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ആരോട് ചോദിച്ചാലും ഞാനില്ല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇവിടെ ഞാൻ എവിടെയും കണ്ടില്ല. അപ്പോൾ ഇനി നമുക്കത് സ്കൂളിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഞാനിപ്പോൾ വൈകുന്നേരം ഈ സ്കൂളിൽ വന്നിരുന്നാൽ ഇവിടെ പിള്ളേർ സൈക്കിള് ചവിട്ടുന്നുണ്ട്, അതുപോലെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഓരോ കാഴ്ചകൾ, ബാറ്റ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്നതിൻ്റെ ആ ഒരു വിഷമമൊക്കെ മാറുന്നത് ഈ സ്കൂൾ ഗ്രൗണ്ടിൽ വന്നിരുന്ന് ഈ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ട് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങൾ വൈകുന്നേരം ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് കുറേ നേരം ഇങ്ങനെ കാറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഓണത്തിൻ്റെ സമയമാണല്ലോ. ഇതേ ഇപ്പോൾ ഇഷ്ടം പോലെ തുമ്പികൾ ഇതിലിങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. കണ്ട തുമ്പികൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല, എന്നാലും ഇഷ്ടം പോലെ തുമ്പികൾ. അത് നല്ല വലിയ തുമ്പികൾ. അത് കണ്ടപ്പോൾ ആ ഓണത്തിൻ്റെ ഇതൊക്കെ എനിക്കിങ്ങനെ അങ്ങോട്ട് ആലോചിച്ച് പോയി. എന്തായാലും ഓണം അവിടെ കൂടാൻ പറ്റിയില്ലെങ്കിലും ഈ തുമ്പികളെയും ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല വലിയ തുമ്പികൾ. അത് ഒരുപാട് തുമ്പികളുണ്ട് കേട്ടോ. എന്തായാലും നല്ല ഒരു സന്തോഷമുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ. പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ആ കാണുന്നത് ഒരു ചെറിയുടെ മരമാണ് നിൽക്കുന്നത്. ചെറിയ മരം. ഞാൻ അതൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇത് കണ്ട. അപ്പോൾ ആ ചെറിയ നല്ലോണം ഇഷ്ടംപോലെ ചെറിയസൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ വന്ന് അതൊക്കെ പറിച്ച് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതുവരെ അത് പറിച്ച് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇത് ചെറിയുടെ മരമാണെന്നുള്ളത്. അപ്പോൾ എപ്പോഴും പറയും ഇത് എന്താന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഇവർ എനിക്കത് കുറച്ച് പറിച്ച് തന്നു. അപ്പോൾ അവർ തിന്നുകൊണ്ട് അതെനിക്ക് പറിച്ച് തന്നപ്പോൾ ഞാനും തിന്ന് വയ്ക്കാം. അതിന് വലിയ മധുരമൊന്നുമില്ല, ഇത്തിരി ചവർപ്പൊക്കെയാണ്. ഈ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ഭയങ്കര അത്ഭുതം കേട്ടോ, ഭയങ്കര അത്ഭുതം. എന്നിട്ട് അവരും എൻ്റെ കൂടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരും അഭിനയിക്കുകയാണ്. പാട്ടൊക്കെ പാടുന്നതൊക്കെ പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് എന്നിട്ട് അവർ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈലൊക്കെ വാങ്ങിച്ച് അതൊക്കെ നോക്കുകയൊക്കെ ചെയ്തിട്ടാണ്. ഭയങ്കര സന്തോഷമായി അവർക്ക്. അവർ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നത് കണ്ടപ്പോൾ. അങ്ങനെ കുറേ നേരമൊക്കെ ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോകും. ഇവിടെ രാത്രി 8:30 ആവും കേട്ടോ സന്ധ്യ ആവാനായിട്ട്. അപ്പോൾ അത് കാരണം ഒരു 7 മണി വരെയൊക്കെ ഞങ്ങൾ 7:30 വരെയൊക്കെ ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോവുക. പിന്നെ വേറെ വിശേഷങ്ങളെന്ന് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.